നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. ലൈഫ് ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയത്തിൽ നിന്ന് ഒഴിവാകുമ്പോൾ ഇൻഷുറൻസ് മേഖലയിൽ GST ഇളവുകൾ പ്രയോജനപ്പെടുന്നത് ആർക്കൊക്കെ എന്ന് നോക്കാം. ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികൾ എന്നിവയുടെ പ്രീമിയത്തിന്മേൽ ചുമത്തിയിരുന്ന ചരക്കു സേവന നികുതി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 22 മുതൽ ഒഴിവാക്കിയിരിക്കുന്നു. പുതിയ ആദായ നികുതി ക്രമം നിലവിൽ വന്നതോടെ ഇൻഷുറൻസ് പോളിസികൾ വാങ്ങാൻ ചെലവാക്കിയിരുന്ന പ്രീമിയം തുകയ്ക്ക് നികുതി ഇളവ് ലഭിക്കുന്നില്ലെന്ന് വിഷമിച്ചവർക്ക് ഇനി ആശ്വസിക്കാം. ഗുണം ആർക്കൊക്കെ? വ്യക്തികൾ വാങ്ങുന്ന ലൈഫ് ആരോഗ്യ ഇൻഷുറൻസുകൾക്ക് നൽകുന്ന പ്രീമിയം തുകയ്ക്ക് ഈടാക്കുന്ന GST നിരക്ക് നിലവിലുള്ള 18% നിന്നും 0 ആയിട്ട് കുറച്ചിരിക്കുന്നു. പുതിയ പോളിസികൾ വാങ്ങുന്നവർക്ക് മാത്രമല്ല, നിലവിലുള്ള പോളിസികൾ പുതുക്കുന്നവർക്കും കൂടി GSTയിൽ വന്ന കുറവിൽ പ്രയോജനം ലഭിക്കും. പൊതുവെ പറഞ്ഞാൽ സെപ്റ്റംബർ 22-നോ അതിനുശേഷമോ പുതിയ പോളിസികൾ പുതുക്കേണ്ട പോളിസികളിലോ അടയ്ക്കേണ്ട പ്രീമിയത്തിനാണ് ഇളവ്. എന്നാൽ നിയമത്തിൻ്റെ 14-ാം വകുപ്പ് പ്രകാരം പ്രീമിയം അടയ്ക്കുന്ന തീയതി, പരിരക്ഷാ സേവനം ലഭിക്കുന്ന തീയതി, ഇൻവോയ്സ് തീയതി ഇവയിലേതെങ്കിലും രണ്ടെണ്ണം സെപ്റ്റംബർ 22-നോ അതിനുശേഷമോ ആയാൽ ആനുകൂല്യം ലഭിക്കും. നേരിട്ട് ഗുണം കിട്ടും. ലൈഫ് ഇൻഷുറൻസ് ആരോഗ്യ പോളിസികൾ പ്രീമിയം തുകയ്ക്ക് ആദായ നികുതി ഇളവ് ലഭിക്കുക പ്രീമിയം സർട്ടിഫിക്കറ്റ് സഹിതം റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ മാത്രമാണ്. പരിധികൾക്ക് വിധേയമായി വാർഷിക വരുമാനത്തിൽ പ്രീമിയം തുക ഇളവ് ലഭിക്കുമ്പോൾ ആദായ നികുതി സ്ലാബ് അനുസരിച്ച് മിക്കവർക്കും 5-10% നികുതി ഇളവാണ് ലഭിക്കുക. ഇതിപ്പോൾ എല്ലാവർക്കും പരിധികളും നിയന്ത്രണങ്ങളും ഇല്ലാതെ പ്രീമിയം അടയ്ക്കുമ്പോൾ തന്നെ ഉയർന്ന 18% കുറവിൽ പ്രയോജനം ലഭിക്കും. ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ, പരമ്പരാഗത പോളിസികൾ, ടേം പോളിസികൾ, പെൻഷൻ പ്ലാനുകൾ, ആനുറ്റി പോളിസി പ്ലാൻ എന്നിങ്ങനെ ലൈഫ് ഇൻഷുറൻസ് പോളിസികളിലെല്ലാം ഇനി GST 0% നിലവിലെ പരമ്പരാഗത എൻറോൾമെൻറ്റ് പോളിസികൾ, മണി ബായ് പോളിസികളിൽ എന്നിവയിൽ ആദ്യ വർഷത്തെ പ്രീമിയം തുകയുടെ 25% നിന്നും മാത്രം 18%, രണ്ടാം വർഷം മുതൽ പ്രീമിയം തുകയുടെ 12% നിന്നും 18% എന്ന രീതിയിൽ യഥാക്രമം 4.5%, 2.25% എന്നിങ്ങനെയാണ് GST ചുമത്തിയിരുന്നത്. ഒറ്റത്തവണയായി അടയ്ക്കാവുന്ന ആനുറ്റി പോളിസികൾ പ്രീമിയം തുകയുടെ 10% മാത്രം 18% GST ടൈം പോളിസികൾ, റൈഡുകൾ, യൂണിറ്റ് ലിങ്ക് ഇൻഷുറൻസ് പ്ലാനുകൾ തുടങ്ങിയവയിലൊക്കെ പ്രീമിയം തുകയുടെ 18% GST നൽകേണ്ടിയിരുന്നു. ഇതിപ്പോൾ സങ്കീർണതകളില്ലാതെ GST ഒഴിവാകും. പുതുക്കൽ പ്രീമിയം അടയ്ക്കാൻ വൈകുമ്പോൾ ഈടാക്കുന്ന പലിശ തുകയ്ക്ക് GST നൽകണം. ഗ്രൂപ്പ് പോളിസികളിൽ തൊഴിലുടമ പണം മുടക്കുന്ന കോർപ്പറേറ്റ് പോളിസികളിലും 18% GST നിരക്ക് തുടരും. ആരോഗ്യ പരിരക്ഷാ പോളിസികൾ, ഫാമിലി പ്ലോട്ടർ പോളിസികൾ, മുതിർന്ന പൗരന്മാർക്കുള്ള പോളിസികൾ എന്നിങ്ങനെ വ്യക്തികൾ വാങ്ങുന്ന എല്ലാത്തരം മെഡിക്ലെയിം പോളിസികളിലും അടയ്ക്കേണ്ട പ്രീമിയം തുകയ്ക്ക് GST 0% നിലവിലുള്ള പോളിസികളിൽ സെപ്റ്റംബർ 22-ന് ശേഷം അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് പ്രീമിയം തുകൾക്ക് ഉൾപ്പെടെ ആനുകൂല്യം ലഭിക്കും. ഗ്രൂപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികൾക്ക് 18% തന്നെ GST തുടരും. പഴയ ആദായ നികുതി ക്രമത്തിൽ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസികളിൽ പ്രീമിയം തുകയ്ക്ക് നികുതി ഇളവ് പരിധികളുണ്ടായിരുന്നെങ്കിൽ മുതിർന്നവർ, നിലവിലെ ആരോഗ്യ പ്രശ്നമുള്ളവർ തുടങ്ങിയവരൊക്കെ ഉയർന്ന പ്രീമിയം നൽകിയെടുക്കുന്ന പോളിസികളിൽ മുഴുവൻ തുകയ്ക്കും GST ഒഴിവാക്കിയിട്ടും ചില ആരോഗ്യ പോളിസികളിൽ യാത്രാ പരീക്ഷ, അപകട ഇൻഷുറൻസ് എന്നിവ കൂട്ടിയോജിപ്പ് നൽകുമ്പോഴും ഒരുമിച്ച് കൊടുക്കേണ്ടി വരുന്ന പ്രീമിയം തുകയ്ക്ക് GST നൽകേണ്ട. LIC ജീവൻ ആരോഗ്യ പോലുള്ള ആരോഗ്യ പോളിസികൾ, ക്യാൻസർ കെയർ പോളിസികൾ എന്നിവയുടെ എല്ലാം GST 0% വാഹന ഉടമകൾക്കും നേരിയ ആശ്വാസം. വാഹന ഇൻഷുറൻസ് പ്രീമിയത്തിൽ നേരിട്ട് GST കുറച്ചിട്ടില്ല. കാറുകൾക്ക് സെസ് ഉൾപ്പെടെയുള്ള ഉയർന്ന GST നിരക്കിൽ വരുത്തിയ കുറവ് വാഹനങ്ങളുടെ ഷോറൂം വില കുറയാനിടയാക്കി. വാഹന ഇൻഷുറൻസിൽ തേർഡ് പാർട്ടി പ്രീമിയം തുക IRDA നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിലും ഓൺ ഡാമേജ് പരിരക്ഷയ്ക്ക് ആദ്യ വർഷം ഷോറൂം വിലയ്ക്ക് അനുസൃതമായാണ് പ്രീമിയം ഈടാക്കുന്നത്. ഈ കാര്യങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.